നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. നീറ്റ് പരീക്ഷയ്ക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ വിശ്വാസ്യതയെ ബാധിക്കും. മുഖ്യമന്ത്രി നീറ്റ് പരീക്ഷയ്ക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗൌരവമായ വിഷയമായിട്ടും കേന്ദ്ര സർക്കാർ ഫലപ്രദമായ ഇടപെടലിന് തയ്യാറായില്ല. പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുന്ന സമീപനമാണ് കേന്ദ്രത്തിന്റേത്. ഒത്തുകളി അവസാനിപ്പിച്ച് സമഗ്രമായ അന്വേഷണം നേരിടണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പ്രത്യേക യോഗം വിളിച്ചു. വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നാളെ KPCC യോഗത്തിൽ ചർച്ച ചെയ്യും. 3 DCC പ്രസിഡന്റുമാരുടെ പ്രത്യേക യോഗമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. യോഗത്തിൽ വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ DCC പ്രസിഡന്റുമാർ പങ്കെടുക്കും. കോൺഗ്രസിന്റെ ഉറച്ച സീറ്റായ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചാൽ ചരിത്രത്തിൽ ആദ്യമായി നെഹ്റു ഗാന്ധി കുടുംബത്തിലെ 3 പേർ പാർലമെന്റിൽ എത്തുന്നുവെന്ന സവിശേഷ സാഹചര്യവും ഉണ്ടാകും. നിലവിൽ രാജ്യസഭാംഗമാണ് സോണിയാഗാന്ധി. റായ്ബറേലിയെ പ്രതിനിധീകരിക്കുന്ന രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുമെന്നാണ് സൂചന. ഇതിനു പുറമെയാണ് പ്രിയങ്ക ഗാന്ധി കൂടി പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് എത്തുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം KK ലതികയ്ക്ക് എതിരായ പ്രചാരണത്തെ ചെറുക്കുമെന്ന് CPIM. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ KK ലതികയ്ക്ക് പിന്തുണയുമായി CPM ലതികയ്ക്കെതിരെ പ്രചാരണത്തെ ചെറുക്കുമെന്ന് കോഴിക്കോട് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. അതേസമയം സംഘപരിവാർ നടത്തുന്നതിനേക്കാൾ വൃത്തികെട്ട കാര്യങ്ങളാണ് CPM പ്രചരിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ഷാഫി പറമ്പിൽ MPയും പ്രതികരിച്ചു. ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയുടെ മരണം ആൺ സുഹൃത്ത് അറസ്റ്റിൽ. തിരുവനന്തപുരത്തെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയുടെ മരണത്തിൽ സുഹൃത്ത് അറസ്റ്റിൽ. നെടുമങ്ങാട് സ്വദേശി ബിനോയിയാണ് അറസ്റ്റിലായത്. സുഹൃത്തിന്റെ മാനസിക പീഡനം ആത്മഹത്യയ്ക്ക് കാരണമായെന്ന് കുടുംബത്തിന്റെ പരാതിയിലാണ് പോലീസ് നടപടി. കുവൈറ്റ് ദുരന്തം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കുവൈറ്റ് സർക്കാർ 12,50,000 രൂപ ധനസഹായം നൽകും. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് കുവൈറ്റ് സർക്കാർ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കുവൈറ്റ് സർക്കാർ $15,000, അതായത് 12,50,000 രൂപ സഹായം നൽകുമെന്ന് കുവൈറ്റ് ഭരണകൂടത്തിനോടടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കുവൈറ്റിലെ കമ്പനിയും മരിച്ച ഇന്ത്യക്കാരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കുവൈറ്റ് ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം. പെൺകുട്ടിയെ നടു റോഡിൽ സ്പാനർ കൊണ്ട് അടിച്ചു കൊന്നു. പ്രണയത്തിൽ നിന്നും പിന്മാറ്റം, തിരിഞ്ഞു നോക്കാതെ ജനം. മുംബൈ വസായിയിൽ യുവാവ് പെൺകുട്ടിയെ നടു റോഡിൽ അടിച്ചു കൊന്നു. പ്രണയത്തിൽ നിന്നും പിന്മാറിയതാണ് കൊലപാതക കാരണം. സ്പാനർ ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയത്. പ്രതി രോഹിത് യാദവ് അറസ്റ്റിൽ. 20 വയസ്സുകാരി ആരതി യാദവാണ് മരിച്ചത്. കണ്ണൂരിൽ ബോംബ് പൊട്ടിത്തെറിച്ച് വയോധികൻ മരിച്ച സംഭവം ബോംബിന്റെ ഉറവിടം കണ്ടെത്താൻ ശ്രമം. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കണ്ണൂർ തലശ്ശേരിയിലെ എരിഞ്ഞോളയിൽ തേങ്ങ ശേഖരിക്കുന്നതിനിടെ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് വയോധികൻ മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സ്ഫോടനം നടന്ന ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് എങ്ങനെ വന്നുവെന്നതിൽ ദുരൂഹത തുടരുകയാണ്. കൊല്ലപ്പെട്ട വേലായുധന് എവിടെ നിന്നാണ് ബോംബ് ലഭിച്ചത് എന്നതിലും വ്യക്തത വന്നിട്ടില്ല. മന്ത്രി വീണ ജോർജിനെതിരായ അശ്ലീല കമന്റിൽ അധ്യാപകന് സസ്പെൻഷൻ.
മന്ത്രി വീണ ജോർജിനെതിരായ അശ്ലീല കമന്റിൽ അധ്യാപകനെതിരെ നടപടി. അധ്യാപകൻ എം സജുവിനെതിരെയാണ് നടപടി. കോഴിക്കോട് കാവുന്തറ AUP സ്കൂളിലെ അധ്യാപകൻ സജുവിന് സസ്പെൻഷൻ. അന്വേഷണ വിധേയമായി 15 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തുവെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. കാലവർഷം വീണ്ടും സജീവമാകുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായി വളരെ ദുർബലമായിരുന്ന കാലവർഷം വെള്ളിയാഴ്ചയോടെ സജീവമാകാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.